നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ പെൺകുട്ടിയായിട്ട് സത്യഭാമയുടെ മരുമകളായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാള് വേണം. അതാ ഇവള് മധുശ്രീ. സത്യഭാമയുടെ മരുമകളാകാനുള്ള അന്തസ്സും കുലമഹിമയുള്ള പെണ്ണ് എനിക്ക് വേണ്ട. എനിക്കൊന്ന് അമ്പലത്തിൽ പോണായിരുന്നു. നീ ഒന്ന് കാർ എടുക്ക. അല്ല, ഡ്രൈവർ ഇല്ലേ? അയാൾ ഇന്ന് വരില്ല. വീട്ടിലെന്തോ ആവശ്യമുണ്ടെന്ന്. രോഹിത്തിനെ വേണ്ട വിഷ്ണു, നിനക്ക് മടിയാണെങ്കിൽ വേറെ ആരെയും നീ അന്വേഷിക്കണ്ട. ഞാനൊരു ഓട്ടോ വിളിച്ചു പോയിക്കോളാം. എന്റെ അമ്മ വേണ്ട, ഞാൻ തന്നെ വന്നോളാം. നീ കുളിയൊക്കെ കഴിഞ്ഞല്ലേ? പോവാം. എന്നാ വാ. ഇവളോട് അടുക്കാൻ തന്നെ പേടിയാവുന്നല്ലോ. ആ പാവം വിഷ്ണുവിന്റെ അവസ്ഥ എന്താവും എന്തോ. എന്തായി? സത്യാമ്മ വിഷ്ണുവിനെ കൂട്ടി വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. വന്നോണ്ടിരിക്കുക. ഉടനെ ഇവിടെ എത്തും. ഇറങ്ങിന്ന് പറഞ്ഞ പോരാ, ഇവിടെ കാണണം. ഇവിടെ കാത്തു നിൽക്കുന്നതേ മധുശ്രീയാണെന്ന് ഓർത്തോണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രം ഇവിടെ നിന്ന് കത്തും. നാറുന്നത് ഞാനല്ല, ശിവൻകുട്ടി സാറും സാറിന്റെ കളരിക്കൽ ഗ്രൂപ്പും ഒക്കെ ആയിരിക്കും. ഓർത്തോ? ആശാനെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ഫോൺ വിളിച്ച അധികം സംസാരവുമില്ല. എന്താ മനസ്സിലെന്നറിയാൻ നേരിട്ടൊന്ന് കാണാനും വഴിയില്ല. വീട്ടിലേക്കൊന്ന് ചെല്ലാന്ന് വെച്ചാ സത്യം അവിടെ വാളെടുത്ത് കാത്തു നിൽക്കുക. ഓഹോ, സത്യമ്മയുടെ കാറാണല്ലോ വരുന്നേ. സത്യാമ്മ ആശാനെയും കൂട്ടി ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? സാധാരണ ഡ്രൈവറെയും കൂട്ടിയുള്ള സത്യമ്മ പോകുന്നേ, അല്ലെങ്കിൽ രോഹിത്തിനെ കൂട്ടി. ഇതിപ്പോ എന്താ ആശാനെയും കൂട്ടി? എന്തായാലും പിന്നാലെ ഒന്ന് പോയി നോക്കാം. സത്യാമ്മ കാണാതെ ആശാനടുത്തൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യാം. ജീവിതം രക്ഷിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ മോനെ. ഈ ജീവിതത്തിൽ ശാലിനി മാത്രമായിരിക്കും ഈ വിഷ്ണുവിന്റെ പെണ്ണ്. വിഷ്ണു നിനക്ക് കൺമുന്നിൽ കാണിച്ചു തന്നു അവളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും. എടാ, അത് കഴിഞ്ഞേ വീട്ടിൽ മടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു തന്നോട് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുമെന്ന്. ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോഴാണോ കല്യാണം തീരുമാനിക്കുന്നേ? എന്റെ അമ്മ
ജീവിത അവസാനം വരെ ഒപ്പം വേണ്ട ഒരു കൂട്ടല്ലേ ഇത്? എടാ ഇതിനുള്ള മറുപടി പലതവണ ഞാൻ പറഞ്ഞതാ നിന്നോട്. ആണോടാ? നിന്റെ ഇഷ്ടത്തിന് കൂട്ടിക്കൊണ്ട് വന്നവളുടെ മേന്മ. എടാ ഞാൻ അവളോട് ക്ഷമിക്കാൻ തയ്യാറായതല്ലടാ. അവൾക്ക് വേറൊരു ബന്ധവും കുട്ടിയുള്ള കാര്യം അപ്പോഴല്ലേ അറിയുന്നത്. എടാ എടാ ഇതിൽ കൂടുതൽ ഞാൻ എന്താ വേണ്ടത്? നീ തന്നെ പറയടാ. നാലാൾ അറിയാതെ മൂടി വെക്കാൻ പറ്റുന്ന നാണക്കേടല്ലത്. നിന്റെ ഭാര്യ ആയിരുന്നവള് ഇപ്പോൾ ജില്ലാ കളക്ടറാ. അവളുടെ ഒക്കത്തൊരു കൊച്ചിരിക്കുമ്പോ അത് ആരുടേതാണെന്നുള്ള ചോദ്യം ഉണ്ടാവും. നിന്റേതല്ല. ചൂണ്ടിക്കാണിക്കാൻ അവൾക്കൊരു അച്ഛനുണ്ട്. അപ്പോ നീയോ? വേറെ കല്യാണം കഴിച്ച് കുഞ്ഞും കുടുംബമായിട്ട് ജീവിക്കേണ്ട നീ ഇപ്പോഴും ശാലിനി മന്ത്ര ജപത്തിലാണെന്ന് അറിയുമ്പോ നാട്ടുകാർ പരിഹസിച്ച് ചിരിക്കൂടാ. മോനെ, ഇപ്പൊ ആരും അധികം അറിഞ്ഞിട്ടില്ല. അറിയും മുമ്പേ നിന്റെ പെൺകുട്ടിയായിട്ട്, സത്യഭാമയുടെ മരുമകളായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാള് വേണം. അതാ ഇവള്, മധുശ്രീ. സത്യഭാമയുടെ മരുമകളാകാനുള്ള അന്തസ്സും കുലമഹിമയുള്ള പെണ്ണ്. എനിക്ക് വേണ്ട. സത്യമേ, ഇത് രണ്ടാമത്തെ തവണയാ. ഇവക്ക് വല്ല വിഷവും വാങ്ങിക്കൊടുത്ത് കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുക എന്ന വഴി മാത്രമേ എനിക്ക് മുന്നിലുള്ളൂ. അത്രയ്ക്ക് മാനക്കേടാകും. അതിന്റെ ആവശ്യം വരില്ല ശിവൻകുട്ടി. വിഷ്ണു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.